ഹലോ. അതെ, ഞങ്ങൾ കോട്ടയം കമ്പനിയാണ്. മോഹലാവേ എന്റെ നാളയെ പ്രേമലീലയെ മോനലോവയെ മോഹലാവയെ എന്റെ നാളയെ പ്രേമലീലയെ. നീ ചിരിച്ചാൽ ബീത്തോവനോ, നിന്നെ പെറ്റതേത് മഹാനോ? ഞാൻ നാഗസാക്കി ഹിരോഷിമ, എന്നിൽ വന്ന് വീഴാമോ? എന്റെ ലിബിയ, നിന്റെ തെരുവിൽ കിടന്നു മരിക്കും ഞാൻ അറിയാം. നോർത്ത് കൊറിയ, നിന്റെ തടവറയിൽ അടിയറവ് ഞാൻ പറയാം. ഇതെന്റെ പ്രിയപ്പെട്ട കാമുകിക്ക് വേണ്ടി ഞാൻ എഴുതിയൊരു പാട്ടാണ്. വേടന്റെ പ്രേമപ്പാട്ടാണ്. റിലീസായതിനു ശേഷം ആദ്യമായിട്ടാണ് ഞാനൊരു ഫ്ലോറിൽ വെച്ച് പാടുന്നത്. ഇത് അപ്പൊ ഈ പാട്ട് എഴുതാൻ എന്നെ സഹായിച്ച, അതായത് പ്രേമുണ്ടായാലല്ലേ പ്രേമം എഴുതാൻ പറ്റുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട കാമുകിക്ക് ഒരുപാട്. ഇപ്പം നിങ്ങൾ ഈ കണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ വേടൻ്റെ ഗേൾ ഫ്രണ്ട് നവമിയെക്കുറിച്ചാണ്. നവമിയെക്കുറിച്ച് കുറേയധികം പേർക്ക് അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, നവമി ഒരു എഴുത്തുകാരിയൊക്കെയാണ്. ഈ ഇടയ്ക്ക് വേടനുണ്ടെങ്കിൽ തൻ്റെ കാമുകിക്ക് വേണ്ടി ഒരു പാട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, മോണലോവ എന്നൊക്കെ പറഞ്ഞ്. ആ ഒരു പാട്ട് സ്റ്റേജിൽ പാടി നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് തൻ്റെ ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് പറയുന്നതും പരിചയപ്പെടുത്തുന്നതൊക്കെ. ഇതിന് ശേഷം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ചർച്ചയും കാര്യങ്ങളും ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് തുടങ്ങി സോഷ്യൽ മീഡിയയിൽ. കാരണം എന്ന് പറഞ്ഞാൽ വേടൻ എപ്പോഴും പറയുന്ന ഈ ഒരു കറുപ്പിൻ്റെയും രാഷ്ട്രീയമൊക്കെയാണ് എപ്പോഴും പറയാറുള്ളത്. അപ്പോഴത്തേന് ആൾക്കാർ വന്ന് കമൻറ്റ് ബോക്സിലൊക്കെ ഭയങ്കരമായിട്ട് ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾക്കപ്പം പ്രേമിക്കുമ്പോഴത്തേന് വെളുത്ത പെണ്ണ് വേണം, കറുത്ത പെണ്ണ് വേണ്ട എന്നുള്ളൊരു കാര്യം. അപ്പം വരുമ്പോഴത്തേന് പെണ്ണ് വെളുത്ത് തന്നെ വേണം, രാഷ്ട്രീയമൊക്കെ പിന്നെ ഭയങ്കരമായിട്ട് അങ്ങ് മാറ്റുമെന്ന് പറഞ്ഞ് കുറേയധികം നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളും വരാൻ തുടങ്ങി. അതുപോലെ തന്നെ ഈ ഒരു നവമി എന്ന് പറഞ്ഞ ഒരു ഗേൾ ഫ്രണ്ട്, വേറൊരു ഫ്രണ്ടും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ അവരോട് ഒരുമിച്ചുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ ഇങ്ങനെ പങ്കുവെക്കാറുണ്ട് ആൾക്കാരൊക്കെ. അതിങ്ങനെ സ്പ്രെഡായിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സമയത്ത് ഈ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്താണ് പൊങ്ങി വരുന്നത്. അതിൻ്റെ താഴെ പോയിട്ട് ഇപ്പം നീ വേടനെ തേച്ചോ അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഗേൾ ഫ്രണ്ടിനെതിരെയും ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വേടനെതിരെ വരാനുള്ള കാരണം ഈ ഒരു കറുപ്പിൻ്റെയൊക്കെ, അതായത് നീ കറുപ്പിൻ്റെ രാഷ്ട്രീയം ഇതൊക്കെ പറഞ്ഞിട്ട് നീ സ്നേഹിച്ച പെൺകുട്ടിയാണെങ്കിൽ വെളുത്തിരിക്കുകയാണല്ലോ, അപ്പോൾ നിനക്കത് പറച്ചിൽ മാത്രമേ ഉള്ളൂ, ചെയ്യലൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ വേടനെതിരെ നെഗറ്റീവായിട്ടുള്ള കമൻസ്, അത് ഗേൾ ഫ്രണ്ടിനെതിരെ ഇങ്ങനത്തുള്ള ഇപ്പം വേറൊരു ഫ്രണ്ടുമായിട്ടൊക്കെ നടന്നത് നിങ്ങൾ ആദ്യമേ കണ്ട വീഡിയോസിലൊക്കെ അതിലൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് കമൻസും കാര്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്കൊരു തോന്നിയ കാര്യം, പുള്ളിക്കാരൻ കറുപ്പിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഇഷ്യൂസൊക്കെ പറയുന്നു എന്ന് പറഞ്ഞിപ്പോൾ ഒരു സ്നേഹം വരുന്ന, ഇപ്പോൾ ഒരു വ്യക്തി ഒരു പെൺകുട്ടിയുടെ സ്നേഹം വന്നു, ആ ഒരു പെൺകുട്ടി കറുപ്പാണോ വെളുപ്പാണോ എന്ന് നോക്കിയിട്ടൊന്നും അല്ലല്ലോ സ്നേഹം വരുന്നത്, ആ ഒരു വ്യക്തിയോട് സ്നേഹം വരുന്നുണ്ട്. ഇപ്പോൾ ഒരു വെളുത്ത പെൺകുട്ടിയുടെ സ്നേഹം വന്നോ എനിക്ക് നിന്നെ ഇഷ്ടമല്ല കാരണം നീ വെളുത്തിരിക്കും, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ഒരു കറുത്ത പെൺകുട്ടി മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ, ഞാൻ സ്നേഹിക്കുന്നു, അങ്ങനെയൊന്നുമില്ല. ഇഷ്ടം വരുന്ന കറുപ്പും വെളുപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നുന്നത്. അതിനിപ്പം വെളുപ്പാണെങ്കിലോ കറുപ്പാണെങ്കിലോ ഒന്നുമില്ല. അതിപ്പം ഈ ഒരു വേടൻ പറഞ്ഞൊരു കാര്യം, ഈ ഒരു കറുപ്പ് അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് കുറേയധികം ഇഷ്യൂസ് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എന്തുകൊണ്ട് താനിപ്പോൾ സ്നേഹിക്കുന്നത് കറുത്ത പെൺകുട്ടിയെ മാത്രമേ ഉള്ളൂ, അങ്ങനെ വെളുത്തൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അവരോട് പ്രേമം തോന്നത്തില്ല അല്ലെങ്കിൽ വേണ്ടെന്ന് പറയാം, അങ്ങനെയൊന്നും അല്ലല്ലോ. ഇങ്ങനെ കോമൺ ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു ശേഷി പോലും ആൾക്കാർക്കില്ലേ എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. പിന്നെ ഉണ്ടെങ്കിൽ മനഃപൂർവ്വം ഇങ്ങനെ വേടൻ ടാർഗറ്റ് ചെയ്യും, എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വേടനെ മനഃപൂർവ്വമായിട്ട് ടാർഗറ്റ് ചെയ്യും. കാരണം കുറേയധികം രാഷ്ട്രീയം പറയുന്നതുകൊണ്ട് തന്നെ വേടനെ കുറേയധികം ആൾക്കാർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതും മെയിനായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഈ ഒരു സംഭവം വന്നപ്പം വേടനെ അതിലും കുറേയധികം പേര് ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ഭയങ്കരമായിട്ട് അടിച്ചമർത്താൻ വേണ്ടി. എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താണ്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സോ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രമേ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.